കുക്കി 8 മണിയായി, എണീക്ക്. ഒരു കോളേജിൽ പോകണ്ടേ? വേഗം എണീറ്റ് വാ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം വാ. ജിന്നി, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോകണം. മോള് പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ ഇറങ്ങുകയാണേ. ശരി ജൂണേട്ടാ. ഇവളിത് എണീറ്റില്ലേ ഇതുവരെ? കുക്കി, എന്നെ അങ്ങോട്ട് തരത്തത് നീ. വേഗം എണീറ്റ് വാ, റെഡിയാവും. ഈ അമ്മ. ഞാൻ എണീറ്റു. അയ്യോ, 8:15. ഞാൻ ഇന്ന് ലേറ്റാകും. ലേറ്റായി. അല്ല, ആളെ കണ്ടില്ലല്ലോ. ഈ ക്ലാസ് കയറി കാണുമോ? അതവനല്ലേ? ടെവി നിൽക്ക്. ടെവി അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ നടന്നുപോയി. പക്ഷേ കുക്കി ഓടിപ്പോയി ടെവിയുടെ കൈ പിടിച്ചു. പെട്ടെന്ന് തന്നെ ടെവി അവളുടെ കൈ തട്ടി മാറ്റി. എന്നിട്ട് അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. ഡി, നിന്നോട് പറഞ്ഞിട്ടില്ലേ ടെവിയുടെ പുറകെ നടക്കരുതെന്ന്? നീ നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ടെവി എന്നെ നോക്കും. നീ വെറുതെ ശല്യപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. എന്നോടിത് പറയാൻ നീ ആരാ? നിന്നെപ്പോൾ ടെവിയുടെ പണവും പോപ്പുലാരിറ്റിയും ഒന്നും കണ്ടിട്ടല്ല ഞാൻ സ്നേഹിക്കുന്നത് അവനെ. എൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് ടെവി ഞാൻ സ്നേഹിക്കുന്നത്. നിന്നെപ്പോലെ അഭിനയിച്ച് നടക്കുകയല്ല ഞാൻ. നിനക്ക് നാണമല്ലേ എന്നൊക്കെ ചെയ്യാൻ? ഇത് കേട്ട് റിയയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൾ കുക്കിയെ തല്ലാനായി കൈ ഉയർത്തി. പെട്ടെന്ന് ഒരു കൈ വന്ന് അവളുടെ കൈ തടഞ്ഞു. അത് മറ്റാരുമല്ല, ടെവിയായിരുന്നു. ഇത് കണ്ട് കുക്കിക്ക് വളരെ സന്തോഷമായി. പക്ഷേ ടെവിയുടെ വാക്ക് കേട്ടപ്പോൾ ആ സന്തോഷമില്ലാതായി. റിയ, താൻ എന്തിനാ വെറുതെ ഇവരേക്ക് തല്ലി സമയം കളയുന്നത്? ഇവരൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. താൻ സീറ്റിരിക്കുക. ടെവി ഇങ്ങനെ പറയുന്നത് കേട്ട് കുക്കി നല്ല സങ്കടമായി. അവളൊന്നും മിണ്ടാതെ അവളുടെ സീറ്റിൽ പോയിരുന്നു. പതിവ് പോലെ തന്നെ കുക്കി ക്യാൻറ്റീനിൽ ടെവിയെ നോക്കി നടന്നു. പക്ഷേ അവനെ അവിടെ ഞാൻ കണ്ടില്ല. പെട്ടെന്ന് അവൾക്ക് എന്തോ ഓർമ്മ വന്നു. കുക്കി അവൾക്കും ടെവിക്കുമുള്ള ഫുഡ് വാങ്ങി കോളേജ് റൂഫ് ടോപ്പിലേക്ക് പോകാനായി നടന്നു. സാധാരണ ബോറടിച്ചിരിക്കുമ്പോൾ ടെവി അവിടെയാണ് ചെന്നിരിക്കാറ്. പെട്ടെന്ന് കുക്കി ആരോ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഹേ കുക്കീസേ, ഇവിടെ ഇങ്ങോട്ട് വാ. നീ ഇത് എവിടെ ആയിരുന്നു? വേറെ എവിടെ? അവനെയും തപ്പി നടന്ന് കാണും, അല്ലാതെ എവിടെ? അല്ലേ കുക്കി? കൊച്ചു കള്ളി, കണ്ടുപിടിച്ചളഞ്ഞ്. അല്ല, നിൻ്റെ കയ്യിലെന്താ 2 പ്ലേറ്റ് ഫുഡ്? അത് ഒന്ന് ടെവിക്കാം. അവനെവിടെയും കണ്ടില്ല. ടെറസിൽ കാണും. ഒന്നും കഴിച്ച് കാണത്തില്ല, അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എടി കുക്കി, നിനക്ക് വട്ടാണോ? അവൻ നിന്നെ ഒന്ന് നേരെ നോക്കിയിട്ട് പോലുമില്ല. നീ വെറുതെ എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെറുതെ വിഷമിക്കുന്നത്? നിന്നോട് മര്യാദയ്ക്ക് ഒരു വാക്ക് പോലും ഒന്നും മിണ്ടിയിട്ടില്ല. വെറുതെ എന്തിനാ നീ ഒരു ഫൂളാകുന്നത്? അവൾ നിന്നെ മനസ്സിലാവില്ലടി. അതേടി, നീ വെറുതെ അവൻ്റെ പുറകെ നടന്ന് ടൈം വേസ്റ്റ് ആക്കണ്ട ഡോ. അവന് നിൻ്റെ സ്നേഹം മനസ്സിലാവില്ലടോ. നീ ഇങ്ങനെ നടക്കുന്നത് കാണുന്ന ഞങ്ങൾക്ക് വയ്യ. അവൻ്റെ കാശ് കൊണ്ട് പുറകെ നടക്കുന്ന മറ്റുള്ളവരുടെ പോലെ ആയിരിക്കും അവൻ നിന്നെ കാണുന്നത്. നീ വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഷേടാ, നിങ്ങളെന്തുവാടെ ഇങ്ങനെ? എന്നെ അവൻ സ്നേഹിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്നോട് സ്നേഹിക്കാതിരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരി, ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാമേ. ഓക്കെ, ബായ്. ഈ പെണ്ണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് തന്നെ, അവൾ നന്നാവില്ല. എങ്ങനെ നന്നാവാനാ? അസ്ഥിക്ക് പിടിച്ചു വരികയല്ലേ പെണ്ണിന്. ഇതേ സമയം ടെവി റൂഫ് ടോപ്പിൽ എന്തൊക്കെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആര് വരുന്ന സൗണ്ട് അവൻ കേട്ടു. അവൻ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് കിടന്നു. കൂക്കിയായിരുന്നു അത്. അവിടെ ഉറയും കിടക്കുന്ന ടെവിയെ കണ്ട് അവൾ കുറച്ച് നേരം നോക്കി നിന്നു. ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് അവൾ മെല്ലെ അവൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ടെവി, നീ എന്താ എന്നോട് ഇങ്ങനെ? ഞാൻ നിനക്ക് ഒരു ശല്യമായി തോന്നുന്നുണ്ടോ? നീ എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്നോടൊന്ന് സ്നേഹത്തോടെ
സാധാരണ രീതിയിലൊന്ന് പെരുമാറിയാൽ മാത്രം മതി. നിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പൊക്കോളാം, പെട്ടെന്ന് തന്നെ. എപ്പോഴൊന്നും എനിക്കറിയില്ല, പക്ഷേ നീ കൂടെയുള്ള ടൈമിൽ, ആ ടൈമിലെങ്കിലും എന്നോടൊന്ന് നേരെ പെരുമാറിപ്പെട്ടേ നിനക്ക്. എനിക്കത് മാത്രം മതി. പിന്നെ നിനക്കൊരു ശല്യമായി ഞാൻ വരില്ല രവി. എനിക്കത് മാത്രം മതി. ഇതും പറഞ്ഞ് കുക്കി അവിടെ നിന്ന് പോയി. അവൾ പോയെന്ന് ഉറപ്പായിട്ട് രവി മെല്ലെ എണീറ്റു. ഇവൾ മറ്റുള്ളവരെ പോലെ അല്ല. എല്ലാവരും എൻ്റെ പോപ്പുലാരിറ്റിയും എൻ്റെ പപ്പയുടെ പണവും കണ്ടിട്ടാണ് എൻ്റെ പുറകെ നടക്കുന്നത്. എന്നാൽ ഇവൾ എന്തിനെന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? പിന്നെ എന്നെ വിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞത് എന്തായിരിക്കും? ഇനി കോളേജെല്ലാം മാറിപ്പോകാൻ പോവുകയാണോ? അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് രവി അവിടെ നിന്നു. അങ്ങനെ കോളേജ് വിട്ടു. അതേപോലെ തന്നെ കുക്കി രവി ഇറങ്ങാൻ വേണ്ടി നോക്കി നിന്നു. ദൂരെ നിന്ന് രവി വരുന്നത് കുക്കി കണ്ടു. അവളെല്ലാം മറന്ന് കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. അതേപോലെ തന്നെ അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈ വലിച്ച് നടന്നു. പക്ഷേ പെട്ടെന്ന് അവൾ ഷോക്കായി. കാരണം സാധാരണ അവളെ കൈ തട്ടി മാറ്റി അവളെ വഴക്കം പറഞ്ഞ് ദേഷിച്ച് പോകാനാണ് പതിവ്. എന്നാൽ ഇന്ന് അവളൊന്നും പറഞ്ഞില്ല. അവളുടെ കൂടെ തന്നെ കൈ തട്ടി മാറ്റാതെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂക്കിക്കാണെങ്കിൽ അത്ഭുതവും അതേസമയം ഒരുപാട് സന്തോഷവും തോന്നി. അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിലും തൂങ്ങി വീട്ടിലേക്ക് നടന്നു. രവി, എനിക്ക് ദാഹിക്കുന്നു. നമുക്ക് വല്ല ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചാലോ? വേണ്ട, ഇന്നാ ഇത് കുടിച്ചോ. അവൾ ഉച്ചയിൽ കൊണ്ട് കൊടുത്ത ഒരു ജ്യൂസ് എടുത്ത് അവളുടെ മേലെ നീട്ടി. താനത് കുടിച്ചില്ലായിരുന്നോ? ഇല്ല. അല്ല, താനെന്തിനാ എനിക്ക് ഫുഡ് കൊടുത്തിരുന്നത്? അത് എനിക്കിപ്പോൾ തരണമെന്ന് തോന്നി തന്നു. എന്തേ കുഴപ്പമുണ്ടോ? ഞാനിങ്ങനെയാണ്. ഇത്രയും പറഞ്ഞ് കുക്കി അവൻ്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വീണ്ടും നടന്നു. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ കുക്കി ചോദിച്ചു, എടോ താനും വാ. താനത് ആദ്യമായിട്ടല്ലേ എൻ്റെ വീട്ടിൽ? താൻ കയറി. അമ്മയൊക്കെ പരിചയപ്പെട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാം. വേണ്ട, എനിക്ക് പോകാൻ ടൈം വേണം എന്നും പറഞ്ഞ് ചെവി ഒന്ന് കുക്കിയെ നോക്കിയിട്ട് തിരിച്ചു പോയി. ഇന്ന് എൻ്റെ ലൈഫിലൊരു മെമ്മറബിൾ ഡേയാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന്. ആദ്യമായിട്ടാണ് രവി എൻ്റെ കൂടെ ഒരുമിച്ച് നടന്നു വന്നത്, അതും എന്നോട് ദേഷ്യപ്പെടാതെ. എന്നാലും പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനൊരു മാറ്റത്തിന്? എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണെന്ന്. ഇനി ഇങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കുക്കി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുക്കിക്ക് എന്തോ ഒരു വല്ലായിക തോന്നി. അവളുടെ നെഞ്ച് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. എന്തോ അവളുടെ ശരീരം തളരുന്നത് പോലെ. അവൾ മെല്ലെ എണീറ്റ് മെഡിസിൻ എടുക്കാനായി ശ്രമിച്ചു. പക്ഷേ എന്നാൽ അവൾക്ക് സാധിച്ചില്ല. അവളുടെ കണ്ണുകൾ മങ്ങി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ബോധമില്ലാതെ തറയിലേക്ക് വീണു. കുറച്ച് കഴിഞ്ഞ് കുക്കിയുടെ അമ്മ കുക്കിയെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നു. പക്ഷേ ബോധമില്ലാതെ വിളറി വെളുത്ത് നിലത്ത് കിടക്കുന്ന കുക്കിയാണ് അവർ കണ്ടത്. പെട്ടെന്ന് തന്നെ അവർ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓപ്പറേഷൻ തുടങ്ങി. ജൂണേട്ടാ, എൻ്റെ മോള്, അവൾക്ക് വല്ലതും സംഭവിക്കും ജൂണേട്ടാ. ഇല്ല ജീനി, നമ്മളുടെ മോക്കൊന്നും സംഭവിക്കില്ല. നീ കരയല്ലേ, അവൾ ഓക്കെ ആയിട്ട് തിരിച്ചു വരും ജീനി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ ടീച്ചറിൽ നിന്ന് പുറത്തു വന്നു. ജീനിയും ജൂണും പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, എൻ്റെ മോള്, അവൾ ഓക്കെ അല്ലേ ഡോക്ടർ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ, അല്ലേ? ഡോക്ടർ കുറച്ച് നേരം മൗനമായി നിന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജൂൺ, ഐ എം സോറി, വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്, ബട്ട് ഞങ്ങൾക്ക് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി. ജൂണേട്ടാ. പെട്ടെന്ന് തന്നെ ജീനയുടെ ബോധം പോയി. ജൂൺ അവളെ താങ്ങിയെടുത്തു.
മിസ്റ്റർ ജൂൺ, അത് അറിയാം ഡോക്ടർ. ഈ കഴിഞ്ഞ 4 വർഷവും ഡോക്ടർ എൻ്റെ മോളെ മാക്സിമം ട്രീറ്റ് ചെയ്തു. താങ്ക് യു ഫോർ ഓൾ യുവർ സർവീസ്. ഇതും പറഞ്ഞ് ജൂൺ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ജിമിനും യൂഞ്ചിയും ഹോബിയും അവിടെ എത്തി. കുക്കി നീ എന്തിനാ ഞങ്ങളോട് ചെയ്തത്? നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞോടായിരുന്നു കുക്കി. എന്തിനാ നീ മറച്ചു വെച്ചത് കുക്കി? കുക്കി ഇല്ല, നിനക്ക് ഞങ്ങളോട്ട് പോകാൻ പറ്റില്ല കുക്കി. കുക്കി എല്ലാത്തിനും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ കുക്കി. ഞങ്ങളോടൊരു വാക്ക് നീ പറയാതെ എന്ത് കുക്കി? ഇല്ല കുക്കി, നിനക്ക് ഞങ്ങളോട്ട് പോകാൻ പറ്റില്ല കുക്കി. നമുക്ക് ചെവിയൊന്ന് അറിയിക്കണ്ടേ നമുക്ക്? എന്തിന് യൂഞ്ചി? അവൻ അവളൊന്നും മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല യൂഞ്ചി. എന്നാലും അതല്ല ഹോബി. നമ്മുടെ കുക്കി അവൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ഹോബി. അവസാനമായി ഒന്ന് ഇനി നമ്മുടെ കുക്കി നീ എല്ലാവരും നിന്നും ഡിഫറെൻ്റാണ് കുക്കി. നിന്നെ ആദ്യമായി കണ്ട അന്ന് നീ എൻ്റെ മനസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ നീ മറ്റുള്ളവരെ പോലെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നടന്നത്. ഇനി ഞാനിനെ പ്രണയിച്ച് പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ നിന്നെ മാക്സിമം അകന്ന് നടന്നത്. പക്ഷേ ഞാൻ തോറ്റു. നീ മറ്റുള്ളവരെ പോലെ അല്ല കുക്കി. നീ എനിക്ക് സ്പെഷ്യലാണ്. ഇനി എനിക്ക് നിന്നെ വിഷമിക്കാൻ വയ്യ. നാളെ തന്നെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യും. നിന്നോട് ഞാൻ തുറന്ന് പറയും കുക്കി. നീ ആഗ്രഹിച്ച പോലെ ഇനി എന്നും നിൻ്റെ കൂടെ സ്നേഹത്തോടെ മാത്രമേ ഞാൻ പെരുമാറൂ കുക്കി. പെട്ടെന്ന് ചെവിക്കൊരു കോള് വരുന്നു. പക്ഷേ ഇതാരാ ഈ ടൈമിലൊക്കെ എന്നെ വിളിക്കാൻ? കുക്കിയുടെ നമ്പറാണല്ലോ. ചെവി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. ഹലോ കുക്കി, എന്താ ഈ ടൈമിൽ? ഞാൻ കുക്കിയല്ല, ജിമിന. നീ എന്താ കുക്കിയുടെ ഫോണിൽ നിന്ന്, അതും ഈ സമയത്ത്? അത് ചെവി, നീ വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ ചെവി. എനിക്കിപ്പോൾ ഒന്നും പറയാൻ വയ്യ. നീ ഒന്ന് വാ. ജിമിനെ, എന്താടാ നീ എന്തിനാ കരയുന്നേ? ജിമിനെ, കുക്കിക്ക് എന്തെങ്കിലും? ജിമി, കുക്കി എവിടെ? എടാ എൻ്റെ കുക്കി, നീ ഒന്ന് വേഗം വാ ചെവി. ചെവി പെട്ടെന്ന് തന്നെ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. കുക്കി, നിനക്ക് എന്താ പറ്റിയേ? ജിമിൻ അവനെന്തിനാ കരഞ്ഞേ? ഇല്ല കുക്കി, നിനക്കൊന്നുമില്ല കുക്കി, ഞാൻ എന്താ വരുന്നു. ചെവി അവിടെ എത്തി പെട്ടെന്ന് തന്നെ ഓടി കുക്കിയുടെ റൂമിൻ്റെ കതവ് തുറന്നു. പക്ഷേ ആ കാഴ്ച കണ്ട് അവനോടെ മരവിച്ച് നിന്നുപോയി. അവൻ്റെ കുക്കിയുടെ ജീവനില്ലാത്ത ശരീരം അവൻ്റെ കൺമുന്നിൽ. അവൻ്റെ കണ്ണുകളെ അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെവി മെല്ലെ കുക്കിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈകൾ അവൻ്റെ കയ്യിലെടുത്തു. കുക്കി ഞാനാ കുക്കി, ഞാൻ വന്നു. നീ എന്താ എന്നെ നോക്കാത്തെ? എന്നോട് ദേഷ്യമാണോ നിനക്ക്? അതെ, ഞാനാ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്. കുക്കി, നീ കളിക്കല്ലേ കുക്കി. എന്നെ നോക്കിക്കേ കുക്കി, എന്നോടൊന്ന് മിണ്ടു കുക്കി. കുക്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണ് കുക്കി. ഒന്നെന്നെ നോക്ക് കുക്കി. കുക്കി, മതി എന്നെ പറ്റിച്ചത്. കുക്കി, എന്നെ നോക്ക് കുക്കി. നീ അന്ന് എന്നോട് പറഞ്ഞ പോലെ എന്നോട്ട് പോയാണോ കുക്കി? ഞാനെന്നും നിന്നോട് കാണും കുക്കി. നീ ആഗ്രഹിച്ച പോലെ നിന്നോട് സ്നേഹത്തോടെ പെരുമാറി എന്നും നിന്നോട് കാണും കുക്കി. നീ ഒന്ന് കണ്ണു തുറ കുക്കി. കുക്കി പ്ലീസ്, ഇനി പറ്റിക്കല്ലേ കുക്കി. കുക്കി പ്ലീസ്, I love you. Okay, I love you. I love you so much. Please, എന്നോട് പോലെ കുക്കി. പ്ലീസ്, എന്നോടൊന്ന് മിണ്ടു കുക്കി പ്ലീസ്. ചെവി, നമ്മുടെ കുക്കിന് മിണ്ടില്ലടാ. നമ്മളെല്ലാവരും വിട്ട് പോയി ചെവി. ജിമിനെ, യൂഞ്ചി, നിങ്ങൾ എന്തായി പറയുന്നത്?
മതി, എന്നെ പഠിച്ചാൽ മതി നിങ്ങൾ. അങ്ങനെ അങ്ങനെ അവൾക്ക് എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കണ്ട. അവളെന്നെ വിട്ട് പോവില്ല. കുക്കി രവി, നീ കരയല്ലേ. കുക്കിക്ക് നീ വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റില്ലടാ. ഇല്ല ഇല്ല, സത്യമില്ല. കുക്കി എന്നോട്ട് പോവില്ല. കുക്കി എന്നോട്ട് പോവല്ലേ കുക്കി. കുക്കി ലവ് യു കുക്കി. കുക്കി രവി അവൻ്റെ റൂമിൽ കുക്കിയെ ഓർത്തിരിക്കുകയാണ്. കുക്കി പോയതിന് ശേഷം അവൻ ഇതുവരെ ആ റൂമിൽ ഇറങ്ങിയിട്ടില്ല. ആരോടും ഒന്നേരം സംസാരിച്ചിട്ട് പോലുമില്ല. പെട്ടെന്ന് ആരോ ഡോറിൽ മുട്ടുന്നു. മോനെ രവി, ഞാനാ, കുക്കിയുടെ അമ്മ. ഒന്ന് തുറക്കും മോനെ. രവി ഡോർ തുറക്കുന്നു. മോനെ, മോനത് കഴിച്ചായിരുന്നു. മോൻ്റെ അമ്മ പറഞ്ഞല്ലോ മോനൊന്നും കഴിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല എന്നൊക്കെ. എന്താ മോനെ ഇങ്ങനെ? ആൻറ്റി എനിക്കെൻ്റെ കുക്കി വേണം ആൻറ്റി. എനിക്കവളില്ല, പറ്റില്ല ആൻറ്റി. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അവളോട് പറഞ്ഞിട്ടില്ല ആൻറ്റി. അതിനു മുമ്പ് അവളെന്നെ എനിക്കെൻ്റെ കുക്കിയെ വേണം ആൻറ്റി. എൻ്റെ കുക്കി എനിക്ക് തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ ആൻറ്റിക്ക്? പറ മോനെ. കുക്കി എവിടെയും പോയിട്ടില്ല. അവൾ നമ്മോട് തന്നെ ഉണ്ട്. അവൾക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാകും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? നീ പറ. എൻ്റെ മോളെ എനിക്കറിയാം, അവൾക്ക് സഹിക്കാൻ പറ്റില്ലടാ. നീ ഇങ്ങനെ ഇരിക്കല്ലേ കുക്കി. അവൾക്കൊരിക്കലും നമ്മളോട്ട് പോകാൻ പറ്റില്ല മോനെ. എൻ്റെ കുക്കി, അവൾക്കങ്ങനെ ഞങ്ങളെ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആലോചിച്ച് നോക്ക്. അവൾ കാരണം നിൻ്റെ ലൈഫ് നീ കളയരുത്. അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. അവൾ കാരണം ആരും വിഷമിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാതെ അവൾ ചിരിച്ച് കളിച്ച് ഇത്രയും നാൾ നടന്നത്. ഇനി നീ വിഷമിക്കുക കാണാൻ അവൾക്ക് പറ്റില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണം രവി. എൻ്റെ മോളെ നീ വിഷമിപ്പിക്കരുത്. ജിനി ആൻറ്റി, എനിക്ക് എന്തോ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ മോള് കാരണം നീ നിൻ്റെ ലൈഫ് കളയരുത്. പിന്നെ ഇത് കുക്കിനൊക്കെ തരാൻ പറഞ്ഞതാണ്. ഇത് എന്തെന്ന് എനിക്കറിയില്ല. അവൾ ഈ ലോകത്ത് പോയതിന് ശേഷം നിനക്ക് തരാൻ പറഞ്ഞ് തന്നെയാണ് എൻ്റെ അടുത്ത്. ജെന്നി ഒരു എൻവലപ്പ് എടുത്ത് രവിക്ക് നേരെ നീട്ടി. എന്നിട്ട് അവനോട് യാത്ര ചോദിച്ച് തിരിച്ചു പോയി. ആ എൻവലപ്പ് അവൻ തുറന്നു നോക്കി. അതിലൊരു ലെറ്ററും കൂടെ കുറച്ച് ഫോട്ടോസുമായിരുന്നു. ആ ഫോട്ടോസ് കണ്ട് രവി കുറച്ച് നേരം മൗനമായി കരഞ്ഞു. അത് അവരുടെ ഫോട്ടോസായിരുന്നു. രവി അറിയാതെ കുക്കിയും കുക്കിയുടെ ഫ്രണ്ട്സും കൂടെ എടുത്തത് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ്. അല്പം കഴിഞ്ഞ് രവി ആ ലെറ്റർ വായിക്കാൻ തുടങ്ങി. രവി, താനിപ്പോയി കത്ത് വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാനിപ്പോൾ ഈ ഭൂമിയിലില്ലെന്നാണ്. 4 വർഷം മുമ്പ് അപ്പോഴാണ് എനിക്ക് ആദ്യമായി അസുഖം വരുന്നത്. എന്നാൽ അന്ന് എല്ലാം ട്രീറ്റ് ചെയ്ത് നേരെ ആക്കിയതായിരുന്നു. പക്ഷേ വിധി അല്ലേ, വീണ്ടും 1 വർഷം മുമ്പ് അത് വീണ്ടും വന്നു. ബട്ട് ദി ലാസ്റ്റ് സ്റ്റേജ്, എല്ലാം അവസാനിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ അല്ലേ? ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു പോകാൻ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെയോ നഷ്ടമായി പോകുമെന്നുള്ളൊരു തോന്നൽ. ഞാൻ സ്നേഹിക്കുന്ന കുറച്ച് പേര്, അവർ രവി, താങ്ക് യു ഫോർ എവറിത്തിങ്. നീ പോലും അറിയാതെ പലപ്പോഴും നീ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ തന്നോട് നേരിട്ട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു. അല്ല, ഇപ്പോഴും ആണ്. തനിക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് വീഴ്ചിട്ടില്ല. താനിപ്പോൾ കരയായിരിക്കുമല്ലേ?
ദേ വേണ്ട കേട്ടോ. താൻ ഒരു കാര്യം ഓർക്കണം, ഞാൻ എപ്പോഴും തൻ്റെ കൂടെ തന്നെയുണ്ട്. താൻ ഇങ്ങനെ വിഷമിയെ കാണുമ്പോൾ എനിക്ക് സഹിക്കൂടോ. അതുകൊണ്ട് എൻ്റെ ടെവി നല്ല കുട്ടിയായി ഹാപ്പി ആയിട്ടിരിക്കുക. കൂടെ കാണും ഞാൻ എപ്പോഴും. ഒന്നും താൻ വിഷമിച്ച് തൻ്റെ ലൈഫ് കളയരുത്, കേട്ടല്ലോ? പ്രോമിസ്, പ്രോമിസ് ചെയ്യ്. പ്രോമിസ്, പ്രോമിസ് കുക്കി. പ്രോമിസ് ചെയ്തല്ലോ അല്ലേ? എൻ്റെ ടെവി എന്നും ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മറക്കണ്ട, അടുത്ത ജന്മം എന്നെ സഹിക്കാനുള്ളതാണ്, അറിയാലോ? അപ്പം എല്ലാം പറഞ്ഞ പോലെ. പിന്നെ തൻ്റെ പ്രോമിസ് മറക്കരുത്, കേട്ടല്ലോ? പിന്നെ ടെവി, താൻ ഒരു കാര്യം മറക്കരുത്. ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു till the end, and I love you, Devi. I love you so much. Cookie, I love you, Cookie. I love you so much till the end. I'm sorry, Cookie. എനിക്ക് നിന്നോട് പറയാൻ പറ്റിയില്ല. I'm sorry. ഇല്ല കുക്കി, ഇനി നിന്നെ വിഷമിപ്പിക്കില്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ എനിക്കറിയില്ല. പ്രോമിസ്, പ്രോമിസ് കുക്കി. കുക്കീസേ, നീ അറിഞ്ഞോ, നാളെ എൻ്റെ കരിയറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. എൻ്റെ പോസ്റ്റിംഗ് ആണ് നാളെ. സോ നാളെ മുതൽ നിൻ്റെ ടെവി വിൽ ബി ദി CEO ഓഫ് ദി കമ്പനി. നല്ല ആളാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്ന് കൺഗ്രാജുലേറ്റ് പോലും ചെയ്യത്തില്ലേ? ഒരു ഹഗ് താഴെ കുക്കീസേ. പെട്ടെന്ന് ഒരു തണുത്ത ഇളം കാറ്റൊന്ന് ടെവിയെ പുണർന്നു. അതെ, അതവളാണ്, ടെവിയുടെ കുക്കി. അവൾ എവിടെയും പോയിട്ടില്ല, എന്നും ടെവിയുടെ കൂടെ തന്നെ കാണും till the end.